10ാം ക്ലാസ്സിൽ ഉള്ള പഠിക്കുന്നൊരു കുട്ടിയാണ്. നിങ്ങളിപ്പോൾ +2 എത്തിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി. ആ കുട്ടി കൊല്ലപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയൊരു തർക്കമാണ്. കൊന്നവൻ അറിയില്ല എന്തിനു കൊന്നു, മരിച്ചവൻ അറിയില്ല എന്തിനു മരിച്ചു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് പറയാനുള്ളത് വെറും നിങ്ങൾ പഠനം മാത്രമാവരുത്. പഠനം വേണം. നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് റാങ്കൊക്കെ നേടിക്കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IIT മദ്രാസുകളിലും എയിംസുകളിലൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു മൊറാലിറ്റി ഉണ്ട്. ആ മൊറാലിറ്റി കൂടി നിങ്ങൾ കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ മുന്നോട്ട് പോകാൻ. ഇന്ന് ഞാൻ പേപ്പറിൽ കണ്ട മറ്റൊരു കാര്യം, ശരി, കൊടുവള്ളി ഭാഗത്ത് ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന, പല്ല് ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്നും 15 ഗ്രാമോളം MDMA എന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായി പഠിച്ച് മുന്നോട്ട് പോയിട്ട് ഒരു തേങ്ങയില്ല, ഒരു കാര്യമില്ല. സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ലാതെ ഉപദ്രവിച്ച് നിങ്ങൾ സമൂഹത്തെ കൂടി നശിപ്പിക്കുന്ന ഒരു മക്കളായിട്ടാണ് മാറുന്നതെങ്കിൽ, സമൂഹത്തെയും കൂടി ഉപദ്രവിച്ചിട്ടുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണ് നിങ്ങൾ ആയിത്തീരുന്നതെങ്കിൽ നിങ്ങൾ വെറും വേസ്റ്റ് ആയിട്ട് തന്നെയാണ് സമൂഹം നിങ്ങളെ വിലയിരുത്തുക. അങ്ങനത്തെ ഒരു വേസ്റ്റ് ആയിട്ടല്ല നിങ്ങൾ മാറേണ്ടത്. ഏറ്റവും മികച്ച, നമ്മളാൽ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വിഭാഗം ആളുകളായിട്ട് നമ്മൾ ഈ സൊസൈറ്റിയിൽ വളർന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒരുപാട് വഴി തെറ്റാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഒരു കാരണവശാലും അതിലേക്കൊന്നും പോവാതെ ഒരു ബിഗ് നോ പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വളരേണ്ടതുണ്ട്. സോ ആ ബിഗ് നോ പറഞ്ഞുകൊണ്ട് തന്നെ വേണം ലഹരികൾക്കൊക്കെ എതിരായിട്ട് നിങ്ങൾ നിൽക്കാൻ. നിങ്ങളായിരിക്കണം ഭാവിയിൽ ലഹരികൾക്കെതിരെ സംസാരിക്കേണ്ട, ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത്.